See, Mr. Raghavan, how many times I have told you, you are not eligible for loan from this bank. മലയാളം പറഞ്ഞു സാറേ. മലയാളത്തിൽ ഞാൻ 5 പ്രാവശ്യം പറഞ്ഞു. അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി. എന്നാലെങ്കിലും മനസ്സിലാവുമെന്ന്. ഇനി ഹിന്ദിയിൽ ഞാൻ പറയണോ? വേണ്ട. നിങ്ങൾ മലയാളി തന്നെ അല്ലേ? അതെ, മലയാളി തന്നെ. പിന്നെ എന്താണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാം ഞാനെല്ലാം ഇവിടെ തന്നില്ല സാർ. എൻ്റെ അടുത്ത് ഇല്ല. എല്ലാ രേഖയും ഞാനെടുത്ത് തന്നു. അതെ അതെ, ഇനി ഞാനൊന്നും തരണ്ടെന്ന്. നിങ്ങൾക്ക് ലോൺ തരുന്നത് ഞാനോ എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ അല്ല, ഈ ബാങ്കിൽ നിന്നാണ്. അപ്പോൾ ബാങ്കിന് നിങ്ങൾ കുറേ രേഖകൾ സമർപ്പിക്കണം. ആ രേഖകൾ ഞങ്ങൾ പരിശോധിച്ചിട്ട് അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ലോൺ തരും. പരിശോധിച്ചപ്പോൾ ഒരു രേഖ കുറവുണ്ട്. ആ രേഖയും കൂടി കൊണ്ടുവന്നാൽ ഞങ്ങൾ ലോൺ തരാം. സാറേ, ഒരു ലോണിന് വേണ്ടുന്ന എല്ലാ രേഖയും രാവട്ടെ അടുത്തുണ്ട്. ഇനി എന്തെങ്കിലും കുറവുണ്ട്, ഇനി ആൾജാമേറ്റം വേണമെങ്കിൽ ഞാനുണ്ടോ പരം. സാറേ കൊടുത്തേ സാറേ, പാവാണ്. വലിയ പറമ്പുണ്ട്. ആ ഉണ്ണി. ഓ സാറേ. ഉണ്ണി ഇയാളുടെ പി ആണോ അതോ ഇവിടുത്തെ പ്യൂണാണോ? ഞാനെടുത്ത പ്യൂൺ തന്നെ ആണല്ലോ. അതെ. ഇവിടെ ആർക്ക് ലോൺ കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കാനാണ് ബാങ്ക് എനിക്ക് ശമ്പളം തന്ന് ഇവിടെ ഇരുത്തിക്കണേ കേട്ടോ. അല്ല ഉണ്ണിക്ക് നീ കസേര ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കും. വേണ്ട സാർ, ഇവിടെ ഇരിക്കൂല സാർ. ആ ഉണ്ണിക്ക് വേറെ പണിയുണ്ടോ? പോയി അത് ചെയ്യാൻ നോക്ക് കേട്ടോ. ആ നമസ്കാരം. അതെ, നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് ആ മാഡത്തിൻ്റെ അടുത്തിട്ട് പോയി. മാഡം മണ്ടു മേഡം ഒന്ന് എന്താ പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊന്നും. അങ്ങോട്ട് ഇരിക്കും, അവിടെ ഇരിക്കും. സാറ് കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ, ഒന്നും വേണമെന്നില്ല. എന്തേലും ഉണ്ണി. ഓ സാറേ. അതെ, സാറിന് ഒരു ചായ, ഏലക്ക ഇട്ടിട്ട് ഒരു ചായ. ഓക്കെ സാർ. സാറേ, ഞാൻ വന്നതേ നമ്മുടെ ഇനാഗുറേഷൻ 1-ാം തീയതിക്കാണ് ഫിക്സ് ചെയ്തത്. ഞാൻ അറിഞ്ഞു. സാറേ, എന്താ ഉണ്ണി? ചായ വേണ്ടത് ഏലക്കായോ വേണ്ടത്? ഒരു ചായ. അതെ. അപ്പൊ ഏലക്കായോ വേണ്ടത്? 2 പാട്ടാ. ഒന്നും ചായ വേണമെന്നില്ല സാറേ. മാഡം, ഞാൻ എത്ര കാലമായി ഈ ബാങ്കിൽ കയറി ഇറങ്ങുന്നു. ഒന്ന് എൻ്റെ കാര്യം ശരിയാക്കി തന്നു. എൻ്റെ പൊന്നു ചേട്ടനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞത്, സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയില്ലേ? അതായത് ചേട്ടന് ആവശ്യം ലോണാണ്. പക്ഷേ ഓൾറെഡി ആ സ്ഥലം വെച്ച് വേറെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ അടച്ചു തീർത്തുവല്ലോ. ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ പേപ്പറുകൾ ഇവിടെ വേണ്ടേ? അതിൻ്റെ രസീത് എൻ്റെ കയ്യിലുണ്ട്. ചേട്ടൻ രസീത് പോരാ, ആ ബാങ്കിൽ നിന്ന് ഒഴിമുറി വേണം. അതായത് അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്ത് തരണം. എന്നാലല്ലേ ലോൺ പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എവിടെയോ വിറ്റുപോയ എവിടെയോ ഇല്ല ആളെ ഞാനെങ്ങനെ തേടി പിടിക്കലെന്ന്. ഞങ്ങളുടെ മുകളിൽ ഹെഡ് ഓഫീസ് ഉണ്ട്. അവർ പറയും പോലെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതിന് ചില നിയമങ്ങളുണ്ട്. എൻ്റെ 10 വാഴ വെക്കേണ്ട സമയമാണ് ഞാൻ ഈ ബാങ്ക് കയറി ഇറങ്ങി കളഞ്ഞു. എനിക്കിവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ചേട്ടൻ ആ പേപ്പർ കൊണ്ടുവന്നാലേ നടക്കുള്ളൂ. ചേട്ടൻ പോയിട്ട് വാ.